ഇപ്പം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ ബയോപിക്കുകളുടെ ഒരു കാലമാണെന്ന് പറയാം. ബയോപിക്കുകൾ ഇറങ്ങിക്കഴിയുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ ആ നേതാവിൻ്റെ ഒരു മുന്നേറ്റത്തിന് വളരെ സഹായകമാകുമെന്ന് പറയപ്പെടുന്നു. എന്താ അറിയില്ല. ഇപ്പം അജയ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് യോഗി എന്ന് പറഞ്ഞിട്ട് ഒരു ബയോപിക്കിൻ്റെ കാര്യമാണ് ചർച്ചയിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു സഹായം രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകുമോ സിനിമകളിലൂടെ? ഈ സിനിമ എക്കാലത്തും പ്രചരണ ആയുധമായിട്ട് ലോകത്തെമ്പാടും അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് ഹിറ്റ്ലറിൻ്റെ കാലത്താണെങ്കിലും മറ്റേത് രാജ്യങ്ങളിലേക്ക് പോയാലും സിനിമ വളരെ ശക്തമായി സംസാരിക്കുന്ന ഒരു മീഡിയമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ കലാരൂപങ്ങളിലൊന്നാണ്. ഡയറക്റ്റായിട്ട് നമ്മളൊരു മനുഷ്യനുമായിട്ട് സംവദിക്കുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സിനിമയെക്കുറിച്ചൊന്ന് പറയുന്നത് ഒരു സാധനം, നമ്മളൊരു തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ആ തിയേറ്ററിൽ എല്ലാ വിളക്കുകളും അണച്ച ശേഷം നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഒരു മോസ്കിലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ പോയി നിൽക്കുന്നത് പോലെയാണ്. എന്തോ ഒരു വലിയ മഹത്തായ കാര്യം സംഭവിക്കാൻ പോകുന്നു. പ്രതീക്ഷാ നിർഭരതയുടെ കൊടുമുടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. മഹത്തായ ഒരു കലാസൃഷ്ടി കാണാൻ വേണ്ടിയാണ് നമ്മളെല്ലാം പൈസ കൊടുത്തിട്ടാണെങ്കിലും പോകുന്നത്. പക്ഷെ അവിടെ ആ വെളിച്ചമെല്ലാം അണഞ്ഞിട്ട് ഒരു ശബ്ദത്തോടു കൂടി പുതിയൊരു വെളിച്ചം, പുതിയൊരു പ്രതീക്ഷ ഉയർന്നു വന്നിട്ട് നമ്മളിങ്ങനെ വളരെ പ്രാർത്ഥനാപൂർവം നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഈ ശബ്ദങ്ങളും എല്ലാം വന്നിട്ട് ഇങ്ങനെ പോയി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ മൈക്രോ ലെവലിലെ വലിയ ലെൻസുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒപ്പിയെടുക്കുന്ന ഈ മുഖങ്ങളൊക്കെ അടുത്ത് കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നിന്നിട്ട് നമ്മൾ ഇടതും വലതും ഇരിക്കുന്ന കളക്ടറാവാം, മന്ത്രിയാവാം, ഇപ്പുറത്തിരിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയാവാം, സാധാരണക്കാരാവാം, ആരുമാകാം, നമുക്ക് അപരിചിതരായ ആളുകളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അജ്ഞാതമായ ഒരു ലോകത്തേക്ക് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന ഒരു മനോഹരമായ കലാരൂപമാണ് സിനിമ. ഇവിടെ ഒരു മാജിക്ക് സംഭവിക്കുന്നുണ്ട്. ഈ മാജിക്ക് ഒരാളുടെ ജീവിതം നമ്മൾ പറയുമ്പോൾ അത് ബയോപിക് ആവട്ടെ, മറ്റേതെങ്കിലും കാൽപ്പനികമാകട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രീതി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാവട്ടെ, അനിമേറ്റഡ് ആവട്ടെ, നമ്മൾ ആ ലോകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓരോ സിനിമയും ഓരോ കലാരൂപവും ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചാണെങ്കിൽ അതൊരു രാഷ്ട്രീയ ആശയമായിരിക്കും. അതല്ലെങ്കിൽ മറ്റൊരു സാമൂഹ്യ പ്രവർത്തകനെ സംബന്ധിച്ചപ്പം മാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ജീവിതകഥ, ഒറ്റയ്ക്ക് വഴിവെട്ടിയിട്ട് ഒരു വലിയ പർവ്വതത്തെ തുരന്നെടുത്തിട്ട് അപ്പുറത്തേക്ക് തൻ്റെ ഭാര്യയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ കഴിയാത്ത, ചികിത്സ നിഷേധിക്കപ്പെട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം വഴിയില്ലാത്തൊരു മനുഷ്യൻ അതിനുവേണ്ടി വഴിവെട്ടി എടുത്ത് ആ ലോകത്തിന് മാതൃകയായ ഒരാളുടെ ജീവിതമാണല്ലോ. അതൊരു ബയോപിക് ആയപ്പം അത് നൽകുന്ന കഠിനാധ്വാനത്തിൻ്റെയും എന്താ പറയുക നിശ്ചയദാർഢ്യത്തിൻ്റെയും വലിയൊരു സന്ദേശമുണ്ട്. ഇങ്ങനെ നമ്മൾ പർവ്വതാരോഹകരെ കുറിച്ചുണ്ട്, ഇത്തരത്തിലുള്ള എന്താ പറയുക സാഹസിക യാത്രകൾ നടത്തുന്ന ആളുകളെ കുറിച്ചുണ്ട്. ഹെമിംഗ്വേ പോലുള്ള ആളുകളുടെ ജീവിതകഥ എന്നൊക്കെ പറയുന്നത് വലിയ സാഹസികമായിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ യോഗി ആദിത്യനാഥിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അദ്ദേഹം അജയ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് എ യോഗി എന്നാണ് ഈ ബയോപിക്കിൻ്റെ പേര്. ഇതിൻ്റെ പ്രീമിയർ വിദേശ രാജ്യങ്ങളിൽ നടന്നു. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ നടന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു, അതിൻ്റെ ട്രെയിലേഴ്സൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആളെന്ന് പറയുന്നത് അജയ് സിംഗ് ബിഷ്ട് എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിൻ്റെ പൂർവാശ്രമത്തിലെ പേരാണ്. അജയ് സിംഗ് ബിഷ്ട് എന്ന് പറയും. അപ്പൊ അതാണ് ഈ അജയ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് എ യോഗി എന്ന ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഈ അജയ് സിംഗ് ബിഷ്ടിനെ അവതരിപ്പിച്ച അതായത് യോഗി ആദിത്യനാഥിനെ അവതരിപ്പിച്ചത് നടൻ അനന്ത് ജോഷിയാണ്. അതിമനോഹരമായിട്ടുള്ള അപ്പിയറൻസ് ഉള്ള ആളാണ്. നമുക്ക് കണ്ടാൽ യോഗി ആദിത്യനാഥിനെ കാണുന്നതിനേക്കാളും യോഗ്യനായിട്ടുള്ള ഒരാളായിട്ട് അദ്ദേഹത്തെ കണ്ടാൽ തോന്നും. അദ്ദേഹം യോഗ്യനല്ല എന്നല്ല, സിനിമയിൽ ഭയങ്കര അട്രാക്ഷൻ ഒക്കെ ഉള്ള അതിനൊരു എക്സ്പ്രഷനൊക്കെ അതിഗംഭീരമാണ്. അതുകൊണ്ടായിരിക്കും നിരൂപകരുടെ ശ്രദ്ധ നേടിയെടുക്കുകയും അഭിപ്രായം വരികയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ആ സിനിമ നിരൂപക ശ്രദ്ധ ആത്മീയമായ കാര്യങ്ങൾക്ക്, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ കോർത്തിണങ്ങിക്കൊണ്ട് പോകുന്നത് മാത്രമല്ല, ടെക്നിക്കലി ആ സിനിമ മികച്ച സിനിമയാണെന്നാണ് പറയപ്പെടുന്നത്. ആ സിനിമയുടെ സിനിമ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ രവീന്ദ്ര ഗൗതം എന്ന ആളാണ് അതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത്. ആ ചിത്രത്തിൽ ആദിത്യനാഥിൻ്റെ ഗുരുവായ മഹന്ത് അവൈദ്യനാഥ് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. അദ്ദേഹം ചെറുപ്പത്തിൽ സന്യാസി ആയതിനു ശേഷം ആ മഠാധിപതിയായിട്ട് ഇദ്ദേഹത്തിൽ നിന്നാണ് യോഗി ആദിത്യനാഥ് അത് സ്വീകരിക്കുന്നത്. ആ വേഷം ചെയ്യുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ഹിന്ദി നടനായിട്ടുള്ള പരേഷ് റാവലാണ്. അപ്പോൾ ഇവരെല്ലാവരും വലിയ ആളുകളെന്ന നിലയ്ക്ക് ഈ വിവാദങ്ങൾക്കിടയിലൊക്കെ തിളക്കമുള്ള ഒരു വിജയം ആ സിനിമ നേടിയെടുത്തു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ തന്നെ നമുക്ക് ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതകഥ ഇതേപോലെ ഒരു ബയോപിക്കാണ്. അക്ഷയ് കുമാർ അവതരിപ്പിച്ച
കേസരി എന്ന സിനിമ ഇപ്പൊ കഴിഞ്ഞ ഏതാണ്ട് ഒരു 5-6 മാസം മുമ്പാണ് റിലീസ് ചെയ്തത്. ലോകമെമ്പാട് വലിയ സക്സസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള സിനിമ നമുക്കൊരു ബയോപിക് ഉണ്ട്. അതുപോലെ കൃഷ്ണപിള്ളയെ കുറിച്ച് ബയോപിക് ഉണ്ട്. അങ്ങനെ പല ആളുകളെ കുറിച്ചുണ്ട്. ഇപ്പം റോക്കറ്ററി നമ്പിനാരായണൻ സാറിനെ കുറിച്ചുള്ള സിനിമ, മാധവൻ സംവിധാനം ചെയ്ത് അദ്ദേഹം അഭിനയിച്ച സിനിമ. അപ്പം ഇതെല്ലാം പല രാഷ്ട്രീയവും അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. ചിലപ്പം കലയും രാഷ്ട്രീയവും ഒരുമിപ്പിച്ച് കൊണ്ടുപോകും, ചിലപ്പം ടെക്നോളജിയും മറ്റു കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും. എന്തായാലും ഇതൊരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓരോ സാധനങ്ങളും ഒരു ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ സെൻസർ ബോർഡ് ആദ്യം ഇതിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാൻ വിസമ്മതിച്ചു. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയ ആംഗിൾ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചത്. പിന്നീട് ബോംബെ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ഇത് റിലീസാവാൻ സഹായിച്ചത്. മുംബൈ ഹൈക്കോടതിയുടെ ഇടപെടലാണ് ഇത് സഹായിച്ചത്. അപ്പം ഇതിൻ്റെ ചിത്രത്തിൻ്റെ സവിശേഷതകൾ പ്രധാനമായിട്ടും പറയുന്നത് മഹത്തായ അതിമനോഹരമായ ദൃശ്യ അനുഭവം എന്നാണ് ഇത് പറയുന്നത്. അപ്പം ദ മോങ്ക് ഹു ബിക്കം ചീഫ് മിനിസ്റ്റർ എന്ന പുസ്തകത്തെ അധികരിച്ചിട്ടാണ് എങ്ങനെയാണ് ഒരു മോങ്ക്, ഒരു സന്യാസി ഒരു ചീഫ് മിനിസ്റ്ററായി മാറിയത് എന്ന വിഷയത്തെ അധിഷ്ഠിതമായിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ അതിലത് പ്രകടനം ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മോങ്കിനെ അവതരിപ്പിച്ച യോഗി ആദിത്യനാഥിനെ അവതരിപ്പിച്ച ആ നടൻ അതിഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസങ്ങളിൽ ചെറിയ ബോക്സ് ഓഫീസിൽ ചെറിയ ചലനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പിന്നീട് 1 കോടി രൂപ കളക്ഷനിലേക്ക് പെട്ടെന്ന് കയറി വന്നു. നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുമ്പോഴും രാഷ്ട്രീയത്തിന്റെയും ആത്മീയതയുടെയും അപൂർവ സംയോജനം എന്നാണ് നിരൂപകർ ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്നത്. ഇതൊരു നേർരേഖയാണ്, വളരെ നേർത്ത രേഖയാണ്. അപ്പം രാഷ്ട്രീയത്തിന്റെയും ഈ ആത്മീയതയുടെയും രണ്ടിനും നടുവിൽ യോഗി ആദിത്യനാഥിന്റെ ജീവിതം, നമ്മൾ ബാല്യത്തിൽ സന്യാസത്തിലേക്ക് വന്ന അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ആദ്യപടി 26-ാം വയസ്സിൽ MP ആയിട്ട് വന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം അദ്ദേഹം തുടർച്ചയായിട്ട് 99-ലും 2004-ലും 2009-ലും 2014-ലും 5 തവണ MP ആയ ഒരാളാണ് ഉത്തർപ്രദേശിൽ നിന്നും. ഇന്ത്യയിൽ 2 തവണ മുഖ്യമന്ത്രി ആയിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ സന്യാസി കൂടി ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വന്നതിന് ശേഷം ആന്റി റോമിയോ സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വാഡ് ഉണ്ടാക്കി. അപ്പൊ പേര് തന്നെ വളരെ രസകരമാണ്. ആന്റി റോമിയോ സ്ക്വാഡ് എന്ന് പറയുന്നത് പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്ന ആളുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സ്ക്വാഡാണ്. ഈ സ്കൂളുകളുടെയും കോളേജുകളുടെ ഒക്കെ പുറത്ത് ഈ സ്ക്വാഡ് ഇങ്ങനെ നിന്നിട്ട് അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവരെ ശരിക്കും പറഞ്ഞാൽ വേട്ടയാടി എന്ന് പറയാം. യോഗയെക്കുറിച്ച് ചില വിരുദ്ധ വിമർശകർ ചില ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തന്റെ ശത്രുക്കളെയൊക്കെ വേട്ടയാടിയിട്ടുണ്ടെന്നാണ് പറയാം. പക്ഷെ അദ്ദേഹമൊക്കെ ജസ്റ്റിസ് നടപ്പാക്കാൻ വേണ്ടി തോക്കെടുക്കേണ്ടടുത്ത് തോക്കെടുക്കാൻ അനുമതി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഉത്തർപ്രദേശ് പോലൊരു സംസ്ഥാനം ഒരു കാലത്ത് ആളുകളെ പേടി സ്വപ്നമായിരുന്നു. അവിടേക്ക് ഈ പറയുന്ന പോലീസിന് തോക്കും കൊടുത്തിട്ട് നിങ്ങൾ പോയി തട്ടിക്കുക അധികാരം കൊടുക്കും. ഒരു സന്യാസി തോക്കെടുക്കാൻ അധികാരം കൊടുക്കുന്നു എന്ന് പറയുന്ന സിനു പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വലിയ രാഷ്ട്രീയ ചർച്ചകളിലൂടെ. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റിയത്, ആ സംസ്ഥാനം ക്ലീനായി എന്നൊരു ഇമേജ് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റിസ് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തു. കുറ്റവാളികളെ അടിച്ചമർത്താൻ വേണ്ടി അദ്ദേഹം ചെയ്തു. ബുൾഡോസറുകളൊക്കെ വെച്ചിട്ട് അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ സ്വത്ത് കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അദ്ദേഹം പിടിച്ചെടുത്തു. ഗവൺമെന്റിന്റെ അടുത്തേക്ക് അത് പിടിച്ചെടുത്തു. നമ്മളെ അൽഫോൻസ് കണ്ണന്താനം സാറ് ഡൽഹിയിൽ കമ്മീഷണറായിരിക്കുന്ന സമയത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ ഓർമ്മയുണ്ടാവും, കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അത് വലിയ ചർച്ചയായിരുന്നു അന്ന് ആ കാലത്ത്. വലിയ സമ്പത്തൊക്കെയാണ് അദ്ദേഹം അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തി. ഒരു ഡിഫൻസ് ഇൻഡസ്ട്രിയൽ കോറിഡോർ പോലുള്ള വലിയ വികസന പദ്ധതികളൊക്കെ അദ്ദേഹം അവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. കോവിഡ് മഹാമാരി കാലത്തൊക്കെ ഇദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെയുള്ള ഒരാളുടെ ബയോപിക് ഒരു ജീവിതം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ ഒരു രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് അത് നമുക്ക് നൽകുന്ന സന്ദേശം, ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ അപൂർവ നേട്ടം കൈവരിച്ച ഇദ്ദേഹത്തിന്റെ തുടർച്ചയായി 2 തവണ അധികാരത്തിലെത്തിയ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ഇന്നത്തെ മുഖം, സന്യാസ ജീവിതത്തിന്റെ ലാളിത്യവും ഭരണത്തിന്റെ കരുത്തും രാഷ്ട്രീയത്തിന് കർശന നിലപാടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു മുഖം സന്യാസി എന്ന മുഖം ലാളിത്യമുള്ള മുഖമാണ്, ഭരണത്തിന്റെ കരുത്തുറ്റ മുഖം ഒന്നുണ്ട്, രാഷ്ട്രീയത്തിലെ കർശനമായ നിലപാടുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് യോഗി ആദിത്യനാഥ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളായിട്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് ശേഷം ഭാവി പ്രധാനമന്ത്രി പദത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഒരു വിഭാഗം ആളുകളും, എല്ലാവരും അങ്ങനെ കരുതുന്നില്ലെങ്കിലും അങ്ങനെ പറയപ്പെടുന്ന ഒരാളുടെ ജീവിതം, അങ്ങനെ ഒരാളായിട്ട് അദ്ദേഹം ഉയർന്നു വന്നത് എങ്ങനെ എന്നും, ഒരു ഗ്രാമത്തിൽ നിന്നും
ഒരു സന്യാസിയായി ജീവിതം ആരംഭിച്ച ഇന്ന് കോടിക്കണക്കിന് ജനങ്ങളുടെ നേതാവായി അദ്ദേഹം മാറിയത് എങ്ങനെയെന്നുമാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതാണ്. അതൊരു വിവാദത്തിലേക്ക് പോയതെങ്കിലും ആ സിനിമ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു സിനിമ ഒരു കലാരൂപം എന്ന നിലയ്ക്ക് അത് ആസ്വദിക്കപ്പെടേണ്ടതാണ് എന്നതാണ് എൻ്റെ പക്ഷം. അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഒരു സിനിമയിൽ ഹീറോ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ ആസ്വദിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. ഹീറോ വില്ലന്മാരെ ഇടിച്ചിടണം, മറ്റവരെ തോൽപ്പിക്കണം, അതൊക്കെയാണ്. അത് നമ്മൾ ആ സിനിമയിൽ ഫുള്ളായിട്ട് മുഴുകിപ്പോകും. ഇവിടെ യോഗി ആദിത്യനാഥ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ചെയ്യുന്നത്, എതിരാളികൾ പറയുന്നത് സ്വാഭാവികമായിട്ടും അയാൾ രാഷ്ട്രീയപരമായിട്ട് മുന്നേറാൻ വേണ്ടി നടത്തുന്ന ചില കാപട്യ ഒരു നാടകമാണെന്നൊക്കെ കുറ്റപ്പെടുത്തിയാൽ പ്രചരണ ആയുധമായ ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഇത് പ്രചരണ ആയുധമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വുള്ള ആളുകൾ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ബയോപിക്കുകളോ അല്ല ഇത്തരത്തിലുള്ള പുസ്തകങ്ങളോ ഒക്കെ വരുമ്പോൾ ഇത് രാഷ്ട്രീയ പ്രചരണ ആയുധമായിട്ട് മാറ്റാനാണ് എന്നൊരു ആക്ഷേപം ഉറപ്പായിട്ടും വരും. എതിരാളികൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളും ഇതേപോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരത് പറയും. ഇത് പ്രചോദനമല്ല, ഇതൊരു പ്രകോപനമാണ് അവരെ സംബന്ധിച്ച്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രചോദനമായി കണ്ടാൽ മതി എന്നാണ് എൻ്റെ പക്ഷം. ഇത് പ്രകോപിക്കപ്പെടേണ്ട ഒന്നായിട്ട് രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്നവരെ തീർച്ചയായും അത് പ്രകോപിപ്പിക്കും. അത് തുടരണം. ആ പ്രകോപനങ്ങൾ ഉണ്ടാവും. അത് നമുക്ക് തടയാൻ പറ്റില്ല. ഇപ്പൊ BJPക്കുള്ളിൽ തന്നെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആകുന്നതിനോട് പൂർണ്ണമായിട്ടും താല്പര്യമില്ലാത്ത ഒരുപാട് പേരുണ്ട്. കാരണം അദ്ദേഹം BJP കൂടെ വളർന്നു വന്ന ആളല്ല. അതുകൊണ്ട് തന്നെ യോഗി അടുത്ത പ്രധാനമന്ത്രി എന്ന നിലയിൽ ഉയർത്തിക്കാട്ടാനുള്ള ഒരു തന്ത്രമാണ് എന്നുള്ള രീതിയിലും ഉള്ളിൽ നിന്നും ഒരു ആക്ഷേപം ഉണ്ടാവില്ല. അല്ല, അങ്ങനെ ഉണ്ടാവാം. അങ്ങനെ തീർച്ചയായിട്ടും എതിർ ശബ്ദങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ന്യായമാണ്. അതിനുള്ളിലുള്ളവർക്കും അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ട് അത് ന്യായമാണ്. അപ്പൊ എടുക്കുന്നവരുടെ ഉദ്ദേശവും ഇദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യൽ മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിന്റെ ജീവിതം പറയലുകൂടെ. ഒരു ഏരിയയിൽ അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യുകയാണ് എന്ന ആക്ഷേപമായിരിക്കും എതിർ ശബ്ദങ്ങളിൽ നിന്ന് പ്രധാനമായിട്ട് ഉയർന്നു വരിക. എന്തായാലും അദ്ദേഹം അതിന് യോഗ്യനാണെങ്കിൽ ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, ഇങ്ങനെ ഒരാളുടെ ഒരു സിനിമ പറയുമ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇത് നമുക്ക് പ്രചോദനാത്മകമാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അത് വിജയിച്ചു വരുന്നത് എന്നാണ്. ഇനി ആ സിനിമ നമ്മുടെ നാട്ടിലേക്ക് അത് പ്രദർശനത്തിന് വരുമ്പോൾ അറിയാം അതെങ്ങനെയുണ്ട്, എത്രത്തോളം അത് എന്ത് രാഷ്ട്രീയമാണത് നമുക്ക് കാണാതെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് അത് മുന്നോട്ട് വെക്കുന്നത്, അതിനപ്പുറത്ത് ഏത് തരത്തിലുള്ള ആശയമാണത് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ടെക്നിക്കലി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമയാണെന്നാണ് അതിൻ്റെ വേൾഡ് പ്രീമിയർ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദർശവും ലക്ഷ്യവും ഒക്കെ ശരിയായ ദിശയിലാണെങ്കിൽ അദ്ദേഹം തന്നെ പ്രധാനമന്ത്രി വരട്ടെ, അല്ലേ? തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന് ആശംസകൾ നേരുക എന്ന് തന്നെയാണ്. നമുക്ക് ഇത്ര ആളുകളാണ് വരേണ്ടത്. ഇപ്പോൾ നരേന്ദ്രമോദി ശരിക്കും പറഞ്ഞാൽ ഒരു സന്യാസിയെ പോലെയാണെന്ന് ജീവിക്കുന്നത്, അല്ലെ? അദ്ദേഹം ഗൃഹസ്ഥാശ്രമവാസിയായിരുന്ന ഒരാള്, പിന്നീട് അദ്ദേഹം ഒരു സന്യാസിയെ പോലെ ജീവിച്ച് അദ്ദേഹം ഇപ്പോൾ ഒരു വലിയ ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയ നേതാവായിട്ട് അംഗീകരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അഭിമാനപൂർവ്വം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തുമാകട്ടെ, ഞാൻ മറ്റൊരു രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനവും വലിയ ആദരവുമുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു രാജ്യമുണ്ടെന്ന് അറിയിക്കാനായി മുന്നിൽ വന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. അത്തരം ഒരു സന്ദേശം യോഗി ആദിത്യനാഥിന് നൽകാൻ കഴിഞ്ഞാൽ അദ്ദേഹം ഭാവിയിലെ പ്രധാനമന്ത്രി ആവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.